നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നലെ നടന്ന 10th പ്രിലിംസിന്റെ 66/2026 കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു പോകാം. അപ്പൊ അടുത്ത സ്റ്റേജ് ഉള്ളവർ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറച്ച് നമ്മൾ തരുന്ന സമയത്ത് അത് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് വരാതിരിക്കാം. അപ്പൊ രണ്ട് ഓപ്ഷൻ ഉണ്ടാകും, എങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഇന്നലെ ലീക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കറിയാം അല്ലെ, 66/2026 ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. അപ്പൊ ഇന്നലെ ഏതാണ് ലീക്ക് ആയ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ്? 67/26 ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയത്. അപ്പോൾ 66 പഠിക്കണം, 67 പഠിക്കണം. അതുപോലെ തന്നെ ഒരു കഴിഞ്ഞ വീക്കിൽ ഒരു എക്സാം LGS ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നടന്നിട്ടുണ്ടായിരുന്നു, അതും. ഈ 3 ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത എക്സാം ആകുമ്പോഴേക്കും ഡീറ്റെയിൽഡ് ആയിട്ട് കണക്റ്റഡ് ഫാക്ട്സ് പഠിക്കാം കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹമായത് ആരാണ്? EP രാജഗോപാലാണ് 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹമായത്. അപ്പൊ ഇതിന്റെ ഒരു ചരിത്രം നോക്കുന്ന സമയത്ത് നമുക്ക് ഈ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ്. ഏതാണ്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഈ പുരസ്കാരം നൽകുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലെ എന്താ പറയാ, പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ഏത്? ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? ജ്ഞാനപീഠ പുരസ്കാരം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ജേതാവായ ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ് അല്ലെ. ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിന് എപ്പോഴോ കൊടുത്തത് 1968 അല്ലെ. 1968 ഏത് ചെയ്യുന്നത്, ഈ ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. മനസ്സിലായോ? അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ജി ശങ്കരക്കുറുപ്പ് എന്ത് ചെയ്തു? ഈ ജ്ഞാനപീഠ പുരസ്കാരത്തിന് സമ്മാനത്തുക ഉണ്ടാകുമല്ലോ, ആ സമ്മാനത്തുക ഉപയോഗിച്ചിട്ടാണ് 1960 എന്ത് ചെയ്യുന്നത്, ഈ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. അങ്ങനെ 1968 എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. മനസ്സിലായോ? ഇനി അപ്പൊ ഏർപ്പെടുത്തിയത് ആരാണ്? മഹാകവി ജി ശങ്കരക്കുറുപ്പ്, അതായത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ്. ആരംഭിച്ച വർഷം 1968. സമ്മാനത്തുക എത്രയാണ്? 30,000 രൂപയാണ് കേട്ടോ. സമ്മാനത്തുക 30,000 രൂപ ഉണ്ടാകും. അതുപോലെ തന്നെ ഫലകം ഉണ്ടാകും, ഫലകം അല്ലെങ്കിൽ ശില്പം. ഓക്കെ, ഫലകം അല്ലെങ്കിൽ ശില്പം, കൂടെ പ്രശസ്തി പത്രവും ഉണ്ടാകും കേട്ടോ. ഓക്കെ, പ്രശസ്തി പത്രം. ഇനി ഇത് എപ്പോഴാണ് സമർപ്പിക്കുക? എപ്പോഴാണ് ഈ ഓടക്കുഴൽ അവാർഡ് സമർപ്പിക്കുന്ന തീയതി? ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ്. ഫെബ്രുവരി മാസം 2-ാം തീയതി. അത് എന്താ പ്രത്യേകത? ജി ശങ്കരക്കുറുപ്പിന്റെ ചരമദിനമാണ്. ജി ശങ്കരക്കുറുപ്പിന്റെ ചരമദിനമായ ഫെബ്രുവരി 2-നാണ് ഓടക്കുഴൽ പുരസ്കാരം സമർപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പോ ഈ രാജഗോപാൽ, നമുക്കിനി രാജഗോപാൽ എന്ന വ്യക്തിയെ കുറിച്ചിട്ട് നോക്കാം. അപ്പൊ 2025 പുതിയ ജേതാവ് എന്ന് പറയുന്നത് EP രാജഗോപാലാണ്. അദ്ദേഹത്തിന്റെ സാഹിത്യ വിമർശന ഗ്രന്ഥമായ ഉൾക്കഥ, ശ്രദ്ധിക്കണേ, സാഹിത്യ വിമർശന ഗ്രന്ഥമായ ഉൾക്കഥയ്ക്കാണ് എന്ത് ചെയ്തത്? ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2026 ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത നോവലിസ്റ്റ് ആയിട്ടുള്ള രാധാകൃഷ്ണനാണ് എന്ത് ചെയ്യുന്നത്, ഈ പുരസ്കാരം ആർക്ക് സമർപ്പിക്കുന്നത്? EP രാജഗോപാലിന് സമർപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഫെബ്രുവരി 2 ജി ശങ്കരക്കുറുപ്പിന്റെ ചരമദിനമാണ്. 2026 ഫെബ്രുവരി 2-ാം തീയതി കൊച്ചിയിൽ വെച്ചിട്ട് പ്രശസ്ത നോവലിസ്റ്റ് ആയ രാധാകൃഷ്ണനാണ് EP രാജഗോപാലിന് ഓടക്കുഴൽ അവാർഡ് പുരസ്കാരം കൊടുക്കുന്നത്. 30,000 രൂപയാണ്. പ്രശസ്തി പത്രവും ഫലകവും ഉണ്ടാകും. 1968 ഈ അവാർഡ് ഏർപ്പെടുത്തിയത്. മഹാകവി ജി ശങ്കരക്കുറുപ്പ്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ജി ശങ്കരക്കുറുപ്പ്, അദ്ദേഹത്തിന് കിട്ടിയ സമ്മാനത്തുക ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. നമ്മളപ്പോൾ 2025 പഠിച്ചു, എങ്കിൽ നമുക്ക് 2024 പഠിക്കണം അല്ലേ. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അരവിന്ദാക്ഷനാണ്. ആർക്കാണ്? അരവിന്ദാക്ഷനാണ് 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗോഭ എന്ന നോവലിലാണ്. ഏതാണ്? ഗോഭ എന്ന നോവലിലാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന് ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹമാക്കുന്നത്. 2023 പുരസ്കാരം ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. ആർക്കാണ്? PN ഗോപികൃഷ്ണനാണ് പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൃതി ഏതാണ്? കവിതേതര ചരിത്ര പുസ്തകത്തിനാണ്. കവിതേതര ചരിത്ര പുസ്തകത്തിനാണ് എന്ത് ചെയ്യുന്നത്, PN ഗോപികൃഷ്ണന് 2023 അർഹനാക്കുന്നത്. 2022 അംബികാസുധൻ മങ്ങാടിനാണ് കേട്ടോ. അംബികാസുധൻ മങ്ങാടിനാണ്. അംബികാസുധൻ മങ്ങാടിന്റെ കൃതി ഏതാണ്? പ്രാണവായു ആണ് കേട്ടോ. പ്രാണവായു. അപ്പൊ 2022 ഒന്നും ചോദിക്കുന്നില്ല, കാരണം
ചിലപ്പോൾ ചോദ്യം എങ്ങനെ വരും, പ്രാണവായു എന്ന കൃതി ആരുടേതാന്ന് ചോദിച്ചാൽ അത് അംബികാസുധൻ മങ്ങാടിൻ്റെതാണെന്ന് അറിയണം അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2022 ഇവിടെ കൊടുത്തത്. അല്ലാണ്ട് നിങ്ങൾ 2022 ഓടക്കുഴൽ പുരസ്കാരം പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കൃതികൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ തരുന്നത് കേട്ടോ. അപ്പോൾ 2021 ആരാ? സാറാ ജോസഫാണ്. 2021 ആരാണ്? സാറാ ജോസഫ്. സാറാ ജോസഫിന്റെ ഏതാണ്? ബുദ്ധിനി എന്ന നോവലാണ്. ഏതാണ്? ബുദ്ധിനി. അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ആ വർഷങ്ങൾ വേണ്ട, പക്ഷെ നോവലുകൾ ആരുടെ എന്ന ചോദ്യങ്ങൾ വരാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് രൂപീകരിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തിന്റെ സമ്മാനത്തുക ഉപയോഗിച്ചിട്ടാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചത്. അങ്ങനെ 1968 ഓടക്കുഴൽ പുരസ്കാരം കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നത്. 30,000 രൂപയും ഫലകവും അല്ലെങ്കിൽ ശില്പം അതൊക്കെ കൂടെ പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് സമ്മാനത്തുക എന്ന് പറയുന്നത്. ഫെബ്രുവരി 2 ഈ അവാർഡ് സമർപ്പിക്കുന്നത്. ഫെബ്രുവരി 2 പ്രത്യേകത ജി ശങ്കരക്കുറുപ്പിന്റെ ചരമദിനം. 2026 ഫെബ്രുവരി 2 കൊച്ചിയിൽ വെച്ചിട്ട് പ്രശസ്ത നോവലിസ്റ്റായ രാധാകൃഷ്ണനാണ് ഈ പുരസ്കാരം കൊടുക്കുന്നത്. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ഇ പി രാജഗോപാൽ ആണെങ്കിൽ 2024 അരവിന്ദാക്ഷനാണ് ഗോഭ എന്ന നോവലിനാണ്. 2023 പി എൻ ഗോപികൃഷ്ണന് അദ്ദേഹത്തിന്റെ കവിതേതര ചരിത്രത്തിനാണ്, അതേ കവിതേതര ചരിത്ര പുസ്തകത്തിനാണ്. 2022 അംബികാസുധൻ മങ്ങാടിന്റെ പ്രാണവായുവിനാണ്. 2021 സാറാ ജോസഫിന്റെ ബുദ്ധിനി എന്ന നോവലാണ്. മക്കളെ ഇവിടെ നിങ്ങൾ പഠിച്ചാൽ മതി. 23, 24, 25 പഠിച്ചു വെക്കുക. പക്ഷേ ഈ കൃതികളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പ്രാണവായു അംബികാസുധൻ മങ്ങാടിന്റേതാണെന്നും സാറാ ജോസഫിന്റേതാണ് ബുദ്ധിനി എന്ന നോവൽ. കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? ജി വി രാജ അവാർഡാണ് കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി. എന്താണ് ഈ പ്രത്യേകത? ജി വി രാജ അവാർഡിന്റെ പ്രത്യേകത, നമ്മുടെ കേരള ഗവൺമെന്റ് കായിക രംഗത്തെ മികച്ച സംഭാവനകൾക്ക് നൽകുന്ന ഒരു പരമോന്നത സംസ്ഥാന കായിക പുരസ്കാരമാണ് ഏത്? ജി വി രാജ അവാർഡ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കേട്ടോ. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകുന്ന പരമോന്നത കായിക രംഗത്ത് നൽകുന്ന ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് ഏത്? ജി വി രാജ അവാർഡ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ കായിക രംഗത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? കേരളത്തിന്റെ കായിക രംഗത്തിന്റെ പിതാവ്, കായിക രംഗത്തിന്റെ പിതാവ് ആരാണ്? കായിക രംഗത്തിന്റെ പിതാവ് ആരാണ്? ലഫ്റ്റനന്റ് കേണൽ ആരാണ്? ഗോദവർമ്മ രാജ അല്ലെ. ആരാണ്? ഗോദവർമ്മ രാജ. അപ്പൊ കേരള കായിക രംഗത്തിന്റെ പിതാവ് ലഫ്റ്റനന്റ് കേണൽ ഗോദവർമ്മ രാജയുടെ സ്മരണാർത്ഥമാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഗോദവർമ്മയിലെ ജിയും വർമ്മയിലെ വിയും പിന്നെ രാജ, കണ്ടോ? ജി വി രാജ. മനസ്സിലായല്ലോ. അപ്പോ കേരള കായിക രംഗത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലഫ്റ്റനന്റ് കേണൽ ഗോദവർമ്മ രാജയാണ്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അല്ലെ. ഇനി വള്ളത്തോൾ അവാർഡ് എന്താ? നമുക്കറിയാം അല്ലെ. സാഹിത്യ രംഗത്തെ അവാർഡിനാണ് വള്ളത്തോൾ കൊടുക്കുന്നത്. സന്തോഷ് ട്രോഫി പറഞ്ഞാൽ നമുക്കറിയാം, അതും എന്താണ്? ഒരു ദേശീയ ടൂർണമെന്റ് ആണ് അല്ലെ. ഇനി നമുക്ക് ഈ ജി വി രാജ പുരസ്കാരത്തെ കണക്കാക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അവിടെ പഠിക്കേണ്ടത്? കേരളത്തിലെ കായിക രംഗത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന ലഫ്റ്റനന്റ് കേണൽ ഗോദവർമ്മ രാജയുടെ സ്മരണാർത്ഥമാണ് ഈ പുരസ്കാരം നൽകി വരുന്നത്. അതേപോലെ തന്നെ കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ, ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ് കേട്ടോ. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റും ആരായിരുന്നു? ജി വി രാജയായിരുന്നു കേട്ടോ. ജി വി രാജയായിരുന്നു. അപ്പൊ കേരളത്തിലെ കായിക രംഗത്തിന്റെ പിതാവും ജി വി രാജയാണ്. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റും ജി വി രാജയാണ്. ഓക്കെ, അപ്പൊ ജി വി രാജയെ കുറിച്ച് 2 കാര്യങ്ങൾ പഠിച്ചു. ഇനി എത്ര രൂപയാണ് സമ്മാനത്തുക? 3 ലക്ഷം രൂപയാണ് കേട്ടോ. 3 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. കൂടെ ഫലകം ഉണ്ടാകും, അതുപോലെ തന്നെ പ്രശസ്തി പത്രവും ഉണ്ടാകും. ഓക്കെ ആണല്ലോ. ഇനി ജി വി രാജ അവാർഡ് ആർക്കൊക്കെയാണ് കൊടുക്കുക? മികച്ച കായിക താരങ്ങൾക്കാണ് അല്ലെ. മികച്ച കായിക താരം, അതില് പുരുഷനും വരും അതുപോലെ തന്നെ സ്ത്രീയും വരും. കായിക താരങ്ങൾക്ക് പുരുഷനും സ്ത്രീയും വരും. അതുപോലെ പരിശീലകൻ, കായിക പരിശീലകൻ ഉണ്ടാകുമല്ലോ, കോച്ച്, അദ്ദേഹത്തിനും എന്ത് ചെയ്യാറുണ്ട്? ഈ പുരസ്കാരം കൊടുക്കാറുണ്ട്. പിന്നെ മികച്ച
സ്പോർട്സിൽ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ റിപ്പോർട്ടർ അവർക്കും എന്ത് ചെയ്യാറുണ്ട്? ഈ പുരസ്കാരം കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ആർക്കൊക്കെയാണ്? ജേർണലിസ്റ്റ് അല്ലെങ്കിൽ റിപ്പോർട്ടർ, ഈ ഇത്ര പേർക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ GV രാജ അവാർഡ് കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ കായിക താരം, മികച്ച കായിക താരം, അത് പുരുഷനാകാം സ്ത്രീയാകാം. പുരുഷനും കൊടുക്കും, കായിക താരം പുരുഷനും കൊടുക്കും, അതുപോലെ തന്നെ കായിക താരം സ്ത്രീക്കും കൊടുക്കും, രണ്ടാൾക്കും കൊടുക്കും കേട്ടോ. അപ്പം പുരുഷനും, അതായത് ഈ വർഷം പുരുഷനാണെങ്കിൽ അടുത്ത വർഷം അങ്ങനെയല്ല, ഒരു വർഷം തന്നെ കൊടുക്കുന്ന സമയത്ത് പുരുഷനും കൊടുക്കും, മികച്ച കായിക താരമായിട്ടുള്ള സ്ത്രീകൾക്കും കൊടുക്കും. പിന്നെ പരിശീലകന്മാർക്കും എന്ത് ചെയ്യാറുണ്ട്? ഈ GV രാജ അവാർഡ് കൊടുക്കാറുണ്ട്. പിന്നെ ഈ സ്പോർട്സ് രംഗത്തെ ജേർണലിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ റിപ്പോർട്ടർമാർക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഈ പുരസ്കാരം കൊടുക്കാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് GV രാജ അവാർഡ് ആർക്കൊക്കെയാണ് കൊടുത്തത് നമുക്ക് നോക്കാം. 2022-23 ഓക്കെ, 1 മിനിറ്റ് ഓക്കെ, 2022-2023 കൊടുത്തത് അബ്ദുള്ള അബൂബക്കർ പുരുഷൻ അല്ലെ, പുരുഷ കായിക താരമാണ് അദ്ദേഹം. അതൊക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ പുരുഷനാണെന്നുള്ള അറിയാം അല്ലേ, അതുകൊണ്ട് നമുക്ക് അത് അവിടെ നിന്ന് മായ്ച്ചു കളയാം കേട്ടോ. അദ്ദേഹം ഏത് വിഭാഗമാണെന്ന് ചോദിച്ചാൽ അത് അത്ലറ്റിക്സ് ആണ്. ഏതാണ്? അത്ലറ്റിക്സ് ആണ്. അതുപോലെ തന്നെ VK വിസ്മയും ഏത് തന്നെയാണ്? അത്ലറ്റിക്സ് ആണ് കേട്ടോ. അപ്പൊ 2022-23 അബ്ദുള്ള അബൂബക്കറിനും VK വിസ്മയ്ക്കുമാണ് എന്ത് ചെയ്തത്? GV രാജ പുരസ്കാരം കിട്ടിയത്. എന്നാൽ 2023-24 ലഭിച്ചത് മുഹമ്മദ് അജ്മൽ. പ്രീവിയസ് ചോദ്യമാണ്, ഇത് വന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മുഹമ്മദ് അജ്മലും എന്ത് തന്നെയാണ്? അത്ലറ്റിക്സ് ആണ്. പിന്നെ കൂടെ ആൻസി സോജൻ, ആർക്കാണ്? ആൻസി സോജൻ, ഇവരും എന്ത് തന്നെയാണ്? അത്ലറ്റിക്സ് ആണ്. ഇനി 2024-25 ഇതൊന്ന് നന്നായി പഠിക്കണം കേട്ടോ. 2024-25 മുഹമ്മദ് അഫ്സലും അത്ലറ്റിക്സ് തന്നെയാണ്. പിന്നെ PK ഐശ്വര്യ ഓക്കെ, കായിക താരമായ സ്ത്രീയാണ്. അവർ PK ഐശ്വര്യക്കും എന്ത് ചെയ്തു? GV രാജ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ 2022-23 വനിതയിൽ ആരാണ്? വിസ്മയ, രണ്ടാമത് ആൻസി സോജൻ, മൂന്നാമത് ഐശ്വര്യ. ഓക്കെ, ഇനി പുരുഷതാരത്തില് അബ്ദുള്ള അബൂബക്കർ, മുഹമ്മദ് അജ്മൽ, മുഹമ്മദ് അഫ്സൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് GV രാജ അവാർഡിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. പ്രാചീന മലയാളം ആരുടെ രചനയാണ്? ചട്ടമ്പി സ്വാമികളുടെ രചനയാണ് പ്രാചീന മലയാളം എന്ന് പറയുന്നത്. അപ്പൊ ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്, അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ്? ഇവിടെ ശ്രദ്ധിക്കണം, ഓരോരോ പോയിന്റ് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കണേ. യഥാർത്ഥ നാമം എന്താണ്? അയ്യപ്പൻ എന്നാണ്. യഥാർത്ഥ നാമം എന്താണ്? അയ്യപ്പൻ. ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. എങ്കിൽ ബാല്യകാല നാമം എന്താണ്? ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള എന്നാണ്. ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള. കുഞ്ഞല്ലേ, ബാല്യം പറയുമ്പോൾ നമ്മൾ കുഞ്ഞല്ലേ, അപ്പൊ അങ്ങനെ കുഞ്ഞൻ പിള്ള എന്ന് ഓർക്കാം. അദ്ദേഹം ജനിച്ചത്, അദ്ദേഹത്തിന്റെ ജനനം എപ്പോഴാണ്? പ്രീവിയസ് ചോദ്യമാണ്, ഈ വർഷം പഠിക്കണം കേട്ടോ. 1853 ഓഗസ്റ്റ് മാസം 25 തിരുവനന്തപുരത്തെ കണ്ണമ്മൂലിയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ഇതെല്ലാം ചോദ്യങ്ങളാണ്. കണ്ണമ്മൂലിയൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. തിരുവനന്തപുരത്തെ കണ്ണമ്മൂലിയിലുള്ള എവിടെയാണ്? ഉള്ളൂർക്കോട്ട് വീട്ടിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ഉള്ളൂർക്കോട്ട് കേട്ടോ. 1853 ഓഗസ്റ്റ് മാസം 25 തിരുവനന്തപുരത്തെ കണ്ണമ്മൂലിയിലുള്ള ഉള്ളൂർക്കോട്ട് വീട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ ആണല്ലോ. അദ്ദേഹത്തിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ഷൺമുഖദാസൻ, പ്രീവിയസ് ആണ്. ഷൺമുഖദാസൻ പഠിക്കണേ. ഷൺമുഖദാസൻ, ബാലഭട്ട
ഭട്ടാരകൻ, ബാലഭട്ടാരകൻ, വിദ്യാധിരാജ. ഓക്കെ, വിദ്യാധിരാജ, ഷൺമുഖദാസൻ, ബാലഭട്ടാരകൻ, ഓൾ PQ ആണ്. ബാലഭട്ടാരകൻ, വിദ്യാധിരാജ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ മറ്റു പേരുകൾ. ഇദ്ദേഹത്തിന് ഈ വിദ്യാധിരാജ എന്ന പേര് നൽകിയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണാധികാരികളായ എട്ടര യോഗമാണ് കേട്ടോ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണാധികാരികളായ എട്ടര യോഗമാണ് ചട്ടമ്പി സ്വാമികൾക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത്. ഇനി ഈ ചട്ടമ്പി എന്ന പേര് നൽകിയത് ആരാ? ചട്ടമ്പി സ്വാമികളാണ് അദ്ദേഹത്തിന് ചട്ടമ്പി എന്ന പേര് നൽകിയത്. അതായത് ഈ പേട്ടയിൽ രാമൻ പിള്ള ആശാനാണ്. പേട്ടയിൽ രാമൻ പിള്ള ആശാനാണ് എന്ത് ചെയ്യുന്നത്? ചട്ടമ്പി സ്വാമികൾക്ക് ചട്ടമ്പി എന്ന പേര് നൽകിയത്. അത് കൊടുക്കാൻ ഇടയുണ്ടായ സാഹചര്യം എന്താണ്? ഈ പേട്ടയിൽ രാമൻ പിള്ള ആശാന്റെ കുടിപ്പള്ളിക്കൂടത്തിലാണ് എന്ത് ചെയ്തത്? അദ്ദേഹം ചട്ടമ്പി സ്വാമികൾ ആദ്യകാലം പഠിച്ചത്. നല്ല മിടുക്കനായിരുന്നു ആര്? ചട്ടമ്പി സ്വാമി. അതുകൊണ്ട് തന്നെ കുന്നംപിള്ള ആശാൻ എന്ത് ചെയ്തു? ചട്ടമ്പി സ്വാമിയെ ലീഡറാക്കി. അവിടെ മനസ്സിലായോ? ലീഡറായിട്ട് ചുമതലപ്പെടുത്തി. ഇന്ന് നമ്മളൊക്കെ പറയും ലീഡർമാർ പറയും, പക്ഷെ അന്ന് കാലത്ത് ലീഡർമാരെ വിളിച്ച പേരാണ് എന്ത്? ചട്ടമ്പി എന്ന്. ഓക്കെ, അപ്പൊ ചട്ടമ്പി എന്ന് അത് പിന്നീട് എന്തായി? ഈ പേര് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പൊ ചട്ടമ്പി എന്ന പേര് നൽകിയത് പേട്ടയിൽ രാമൻ പിള്ള ആശാനും, വിദ്യാധിരാജ എന്ന പേര് നൽകിയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണാധികാരി അല്ലേ, അന്ന് അറിയപ്പെട്ടിരുന്നത് ഏതാണ്? എട്ടര യോഗം എന്നാണ്. അപ്പൊ ആ എട്ടര യോഗമാണ് ആ പേര് കൊടുത്തത്. അവിടെ പഠിച്ചു. ഇനി അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാർ ആരൊക്കെയാണ്? ഒന്ന് തൈക്കാട് അയ്യാ സ്വാമികൾ. അത് മെയിനായിട്ട് അതാണ് പഠിക്കേണ്ടത്. പിന്നെ സുബ്ബജടാപാഠികളുണ്ട്, സ്വാമിനാഥ ദേശികരുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങൾ പഠിക്കാം. ഇനി അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചത് എവിടെ നിന്നാ? ജ്ഞാനോദയം ലഭിച്ചത് എവിടെ നിന്നാണ്? നാഗർകോവിലിന് അടുത്തുള്ള വടിവീശ്വരത്താണ്. നാഗർകോവിലിന് അടുത്തുള്ള വടിവീശ്വരം, പ്രീവിയസ് ആണ്, വടിവീശ്വരത്ത് നിന്നാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്? ജ്ഞാനോദയം ലഭിക്കുന്നത്. 1882 അദ്ദേഹം ശ്രീനാരായണ ഗുരുവുമായിട്ട് കണ്ടുമുട്ടുന്നത്. 1892 ശ്രീനാരായണ ഗുരുവുമായിട്ട് 1882 ശ്രീനാരായണ ഗുരുവുമായിട്ട് ചട്ടമ്പി സ്വാമി കണ്ടെത്തി. എവിടെ വെച്ചിട്ടാണ്? തിരുവനന്തപുരത്തെ വാമനപുരത്തെ അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. തിരുവനന്തപുരത്തെ വാമനപുരത്ത് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ ഗുരുവും ചട്ടമ്പി സ്വാമികളും കണ്ടെത്തുന്നത്. ആ സൗഹൃദത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ കൃതികളായ നവമഞ്ചരി ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. അതുപോലെ തന്നെ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടും ആർക്ക് സമർപ്പിക്കുന്നത്? നമ്മുടെ ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിക്കുന്നത്. 1882 ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും തമ്മിൽ കണ്ടുമുട്ടുന്നു തിരുവനന്തപുരത്തെ വാമനപുരത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ട്. ആ സൗഹൃദത്തിന് പകരമായി നമ്മുടെ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് ഗുരുവിന്റെ 2 കൃതികൾ സമർപ്പിച്ചു, നവമഞ്ചരിയും ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടും. എന്നാൽ 1010 വർഷം കഴിഞ്ഞ 1892 സ്വാമി വിവേകാനന്ദനുമായി കണ്ടുമുട്ടി. ഓക്കെ, സ്വാമി വിവേകാനന്ദനുമായിട്ട് ആര് കണ്ടുമുട്ടി? ചട്ടമ്പി സ്വാമികൾ കണ്ടുമുട്ടി. എവിടെ വെച്ചിട്ടാണ്? അത് എറണാകുളത്താണ്. കൂടിക്കാഴ്ചയിലാണ് എന്ത് ചെയ്യുന്നത്? ചട്ടമ്പി സ്വാമികൾ കണ്ടുമുട്ടുന്നത്. വിവേകാനന്ദന് അദ്ദേഹം ചിന്മുദ്രയുടെ അർത്ഥം വിശദീകരിച്ചു കൊടുത്തു. ചിന്മുദ്ര കേട്ടോ, ചിന്മുദ്രയുടെ അർത്ഥം എന്ത് എന്ന് വിവേകാനന്ദന് ചട്ടമ്പി സ്വാമി എന്ത് ചെയ്തു? വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ ചട്ടമ്പി സ്വാമികളിലുണ്ടായ അറിവ് അല്ലെ, ചട്ടമ്പി സ്വാമി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് അറിവുകളുണ്ട് എന്ന് മനസ്സിലാക്കിയ സ്വാമി വിവേകാനന്ദൻ എന്താ പറയുന്നത്? ഇത് പ്രീവിയസ് ചോദ്യമാണ് അല്ലെ. എന്താ പറയുന്നത്? താൻ മലബാറിലെ ഒരു യഥാർത്ഥ മനുഷ്യനെ, താൻ മലബാറിൽ
ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു അല്ലെ. ഒരു യഥാർത്ഥ പ്രീവിയസ് ആണ്. ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടുമുട്ടി അല്ലെ. ഒരു റിയൽ മാൻ അല്ലെ. താൻ മലബാറിൽ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടുമുട്ടി എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ആരെ കുറിച്ചിട്ടാണ്? ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ടാണ്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? വേദാധികാര നിരൂപണം, വേദാധികാര നിരൂപണം, പിന്നെ പ്രാചീന മലയാളം, പ്രാചീന മലയാളം, ക്രിസ്തുമത ഛേദനം, ക്രിസ്തുമത ഛേദനം, ക്രിസ്തുമത ഛേദനം, അതേപോലെ തന്നെ ക്രിസ്തുമത നിരൂപണവുമുണ്ട്. ക്രിസ്തുമത ഛേദനം, ക്രിസ്തുമത നിരൂപണം, അദ്വൈത ചിന്ത 3, 4 അദ്വൈത ചിന്താ പദ്ധതി, അദ്വൈത ചിന്താ പദ്ധതി, അദ്വൈത ചിന്താ പദ്ധതി. 5 ആദിഭാഷ, ആദിഭാഷ. ഇതൊക്കെ ആരുടേതാണ്? അതായത് ഈ മനുഷ്യന്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു കൃതിയാണ് ഏത്? ആദിഭാഷ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ പ്രാചീന മലയാളത്തിൽ എന്താ പറയുന്നത്? കേരളത്തിന്റെ പഴയകാല ചരിത്രം, അതുപോലെ തന്നെ ജാതിരഹിതമായ ഒരു പ്രാകൃത സമൂഹം, ഇതിനൊക്കെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്, പ്രാചീന മലയാളത്തിൽ പറയുന്നത്. വേദാധികാര നിരൂപണത്തിൽ എന്താ പറയുന്നത്? ബ്രാഹ്മണർക്ക് മാത്രമല്ല എല്ലാവർക്കും വേദം പഠിക്കാൻ അധികാരമുണ്ട് എന്ന് പറയുന്നത് ഏതിലാണ്? വേദാധികാര നിരൂപണത്തിലാണ് കേട്ടോ. ക്രിസ്തുമത ഛേദനം ക്രിസ്ത്യൻ മിഷനറിമാരുടെ മത പരിവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള യുക്തിഭദ്രമായി വിമർശിച്ച കൃതിയാണ് ഏത്? ക്രിസ്തുമത ഛേദനം എന്ന് പറയുന്നത്. അദ്വൈത ചിന്താ പദ്ധതിയിൽ പറയുന്നത് ആദിശങ്കരന്റെ അദ്വൈത ദർശനത്തിന്റെ മഹത്വത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ട് മറ്റു കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ സംഭാവനകൾ എന്തൊക്കെയാണ്? അദ്ദേഹം എന്തൊക്കെയാണ് നാടിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്തിരിക്കുന്നത്? ഒന്ന് സ്ത്രീ സമത്വം. എന്താണ് സ്ത്രീ സമത്വം? എന്താണ് സ്ത്രീ സമത്വത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്ത്രീകളെ അടിമകളാക്കുന്നത് പുരുഷന്റെ അഹങ്കാരമാണ് എന്ന് വാദിച്ചു അല്ലെ. സ്ത്രീകളെ അടിമകളാക്കുന്നത് പുരുഷന്റെ അഹങ്കാരമാണ് എന്ന് പ്രഖ്യാപിച്ചത് അദ്ദേഹമാണ്. സ്ത്രീ സമത്വത്തിന് വേണ്ടി അദ്ദേഹം അത് ചെയ്തു. അടുത്തത് മൃഗബലി നിരോധനം. മൃഗബലി നമുക്കറിയാം തിരുവിതാംകൂറിലെ ആരാണ് തിരുവിതാംകൂറിലെ ഏത് രാജ്ഞിയാണ് തിരുവിതാംകൂർ ഭരണാധികാരിയായി ഏത് രാജ്ഞിയാണ് മൃഗബലി നിരോധിച്ചത്? പൂരാടൻ തിരുനാള് സേതു ലക്ഷ്മിബായി ആണ് അല്ലെ. സേതു ലക്ഷ്മിബായി ആണ് എന്ത് ചെയ്യുന്നത്? തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സേതു ലക്ഷ്മിബായി ആണ് മൃഗബലി നിരോധിക്കുന്നത്. ആ സ്വാമികളുടെ ഉപദേശപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം മൃഗബലി എന്ത് ചെയ്യുന്നത്? മൃഗബലി നിരോധിക്കുന്നത്. ചട്ടമ്പി സ്വാമികളുടെ ഉപദേശപ്രകാരമാണ് സേതു ലക്ഷ്മിബായി മൃഗബലി നിരോധിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം വൈക്കം സത്യാഗ്രഹം നടക്കുന്നുണ്ട് അല്ലെ. വൈക്കം സത്യാഗ്രഹം നടക്കുന്ന എപ്പോഴാണ്? വൈക്കം സത്യാഗ്രഹം 1924 അല്ലെ. ആ താഴ്ന്ന ജാതിക്കാർക്ക് വഴി നടക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് വൈക്കം സത്യാഗ്രഹം നടന്നത് അല്ലെ. ആദ്യമായി പിന്തുണച്ചത് വൈക്കം സത്യാഗ്രഹത്തെ ആദ്യമായി പിന്തുണച്ച നവോത്ഥാന നായകരിൽ ഒരാളാണ് ആര്? ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത് കേട്ടോ. അതവിടെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇദ്ദേഹം നമ്മുടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ആദ്യമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ആദ്യമായിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം ചുമട്ട് തൊഴിലാളിയായിട്ടുണ്ട്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റില് ചുമട്ട് തൊഴിലാളിയായിട്ടും പിന്നീട് അക്കൗണ്ടന്റ് ആയിട്ടും കേട്ടോ. പിന്നീട് അക്കൗണ്ടന്റ് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ജോലി നോക്കിയിട്ടുണ്ട്. 1924 മെയ് മാസം 5-നാണ് കൊല്ലം ജില്ലയില്, ചോദ്യം പ്രീവിയസ് പഠിക്കണം, കൊല്ലം ജില്ലയിലെ പന്മന, അദ്ദേഹത്തിന്റെ സമാധി ചോദിക്കാനുണ്ട്. ചട്ടമ്പി സ്വാമിയുടെ സമാധി പന്മനയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിലെ പന്മനയിൽ വെച്ചിട്ട് അദ്ദേഹം മഹാസമാധി അടയുകയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ എന്ത് ചെയ്തു? ഈ പന്മന ആശ്രമത്തില് ഒരു അന്ത്യവിശ്രമ കേന്ദ്രം ഒരുക്കി അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? ശ്രീ ഭട്ടാരക ക്ഷേത്രമാണ്. ഏതാണ്? ശ്രീ ഭട്ടാരക ക്ഷേത്രം, ബാലഭട്ടാരക ടെമ്പിൾ ട്ടോ. ശ്രീ ഭട്ടാരക ക്ഷേത്രം എന്ന് അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ കേന്ദ്രം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ട്? ഇത്രയൊക്കെ ധാരാളമാണ് കേട്ടോ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പഠിക്കാൻ. പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ.
രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ്? ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? ഒഡീഷയിൽ നിന്നുള്ള വ്യക്തിയാണ്. നമുക്ക് ദ്രൗപദി മുർമുവിനെ കുറിച്ച് നോക്കാം. ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയാണ് കേട്ടോ. ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയാണ്. 2022 ജൂലൈ മാസം 25-നാണ് എന്ത് ചെയ്യുന്നത്? ഈ ഭരണഘടനാ പദവിയിൽ അധികാരം ഏൽക്കുന്നത്. അവരുടെ വിശേഷണങ്ങൾ, ഈ രാഷ്ട്രപതി ആയതിനു ശേഷമുള്ള വിശേഷണങ്ങൾ നോക്കാം. ആദ്യ ഗോത്രവർഗ രാഷ്ട്രപതി കേട്ടോ. ആദ്യ ഗോത്രവർഗ രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഒഡീഷയിലെ സാന്താൾ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ? സാന്താൾ ഗോത്ര വിഭാഗത്തിലാണ് ഇവര് ജനിക്കുന്നത് കേട്ടോ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഗോത്രവർഗ പശ്ചാത്തലത്തിൽ നിന്ന് രാഷ്ട്രപതി പദവിയിലെത്തുന്ന ആദ്യത്തെ രാഷ്ട്രപതിയാണ് ആര്? ആദ്യത്തെ വ്യക്തിയാണ് ആര്? ദ്രൗപദി മുർമു. ഏതാണ് ഗോത്ര വിഭാഗം? സാന്താൾ ആണ്. ഏത് സംസ്ഥാനത്താണ് അവര്? ഒഡീഷയിലാണ്. ഓക്കെ. അതേപോലെ രണ്ടാമത്തെ പഠിക്കാനുള്ളത് നമുക്കറിയാം, ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരാണ്? പ്രതിഭ പാട്ടീലാണ് അല്ലെ? ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരാണ്? പ്രതിഭ പാട്ടീൽ അല്ലെ? ആ പ്രതിഭ പാട്ടീലിന് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ വനിത അല്ലെ? രാഷ്ട്രപതിയാകുന്ന ഇന്ത്യയുടെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ആര് എന്ന് പറയുന്നത്? ദ്രൗപദി മുർമു. എങ്കിൽ ആദ്യത്തെ വനിതാ രാഷ്ട്രപതിയാണ് പ്രതിഭ പാട്ടീൽ. അതേപോലെ അടുത്ത വിശേഷണം പഠിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി ആര് എന്ന് ചോദിച്ചാലും ദ്രൗപദി മുർമുവാണ്. 64-ാമത്തെ വയസ്സിലാണ് ഇന്ത്യൻ രാഷ്ട്രപതി എന്ന റെക്കോർഡ് കിട്ടുന്നത്. അതേപോലെ അടുത്ത വിശേഷണം സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച അതായത് 1947 ഓഗസ്റ്റ് 15-ന് ശേഷം 1947 ഓഗസ്റ്റ് 15-ന് ശേഷം ജനിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി കൂടിയാണ് ദ്രൗപദി മുർമു. അതായത് 1958 ജൂൺ മാസം 20-ാം തീയതി ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലുള്ള ഉബർബേഡ ഗ്രാമത്തിലാണ് ഇവർ ജനിക്കുന്നത്. ഇവരുടെ യഥാർത്ഥ നാമം എന്താണ്? ദ്രൗപദി മുർമുവിന്റെ യഥാർത്ഥ നാമം എന്താണ്? ദുർഗി ടുഡു എന്നാണ്. എന്താണ്? ദുർഗി ടുഡു എന്നാണ് ദ്രൗപദി മുർമുവിന്റെ യഥാർത്ഥ നാമം. പക്ഷെ പിന്നീട് ഇവർ എന്തായിട്ടുണ്ടായിരുന്നു? സ്കൂളിൽ ടീച്ചർ ആയിട്ടുണ്ടായിരുന്നു. ആ സ്കൂൾ അധ്യാപകനായ ശേഷം അവർക്ക് ദ്രൗപദി എന്ന് പൂർണ്ണ പേരെന്ത് ചെയ്തു? പുനർനാമകരണം ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. ഇനി ഇവരിതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? അധ്യാപികയായിട്ട് ജോലി നോക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ MLA സ്ഥാനം ട്ടോ. ഫസ്റ്റ് MLA സ്ഥാനം ഒഡീഷയിലെ റായങ്പൂർ മണ്ഡലത്തിൽ നിന്നും MLA സ്ഥാനം 2 തവണ ആയിട്ടുണ്ട് കേട്ടോ. 2 തവണ MLA ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് മന്ത്രി പദവി ഉണ്ടായിരുന്നു. എവിടെ? ഏതൊക്കെ മന്ത്രിയാണ്? വാണിജ്യ വകുപ്പ്, ഗതാഗത വകുപ്പ്, മത്സ്യബന്ധനം ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ 2000 ഒരു മിനിറ്റ് ശ്രദ്ധിക്കണേ. 2007 ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? നമുക്കറിയാം ഒഡീഷ നിയമസഭയില് മികച്ച പ്രകടനത്തിന് ഇവർക്ക് 2007 നീലകണ്ഠ ദാസ് എന്ന അവാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ലഭിച്ചിട്ടുണ്ട്. പണ്ഡിറ്റ് നീലകണ്ഠദാസ് മികച്ച നിയമസഭാംഗത്തിനുള്ള അവാർഡാണ് പണ്ഡിറ്റ് നീലകണ്ഠദാസ്. ആ അവാർഡ് 2007 ലഭിച്ചിട്ടുണ്ട്. പിന്നെ 2015 മുതൽ 2021 വരെ ഇവർ എവിടെയായിരുന്നു? ജാർഖണ്ഡിന്റെ ഗവർണറായിരുന്നു. ഇത് ചോദിച്ചതാണ് കേട്ടോ. ഇതിനു മുമ്പ് ഗവർണർ പദവി വഹിച്ചത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ജാർഖണ്ഡ് ഗവർണർ പദവിയാണ് 2015 മുതൽ 2021. ജാർഖണ്ഡിന്റെ 9ാമത്തെ ഗവർണർ ആയിരുന്നു ആരാ?
ദ്രൗപദി മുർമു എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇവർക്ക് ഒരുപാട് പുരസ്കാരങ്ങൾക്ക് സിവിലിയൻ ബഹുമതികളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഗ്രാൻഡ് ഓൾഡർ ഓഫ് ദി ചെയിൻ ഓഫ് ദി യെല്ലോ സ്റ്റാർ സുരിനാം, അതുപോലെ ഫിജിന്ന്, കിഴക്കൻ തിമൂർന്ന്, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവാർഡ് സിവിലിയൻ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണമാണ്. ലോഹങ്ങളുടെ രാജാവ്, കിങ് ഓഫ് മെറ്റൽസ് എന്നറിയപ്പെടുന്നത് സ്വർണമാണ്. സ്വർണത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഒറം എന്നാണ് അല്ലെ, AURUM കേട്ടോ. അതിനെ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുക? പ്രതീകം AU എന്ന് അല്ലെ. AU പറഞ്ഞ എന്താണ്? ഒറമാണ്, സ്വർണത്തിന്റെ പ്രതീകമാണ്, സിംബലാണ് കേട്ടോ AU എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ സ്വർണം ഉണ്ടല്ലോ, നമുക്കറിയാം അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ട്, അതുപോലെ തന്നെ ഈർപ്പങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അന്തരീക്ഷത്തിൽ എന്തൊക്കെയുണ്ട്? ഓക്സിജൻ ഉണ്ട്, അതുപോലെ തന്നെ ഈർപ്പം നമുക്കറിയാം. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ അല്ലെങ്കിൽ മിക്ക ആസിഡുകളൊക്കെ ഉണ്ടല്ലോ, മിക്ക ആസിഡുകൾ, അതുപോലെ അതിലൊന്നും എന്ത് ചെയ്യാറില്ല, ഈ സ്വർണം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാറില്ല. അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ കാണുന്ന ഓക്സിജനുമായിട്ടോ മിക്ക ആസിഡുകളുമായിട്ടോ ഈർപ്പമായിട്ടോ ഒന്നും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാറില്ല? സ്വർണം ഏർപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ സ്വർണം എന്ത് ചെയ്യാറില്ല? തുരുമ്പ് പിടിക്കാറില്ല. സ്വർണം എന്ത് ചെയ്യില്ല? തുരുമ്പ് പിടിക്കില്ല. ഓക്കെ. അതിനാൽ ഇതിനെ ഉത്കൃഷ്ട ലോഹങ്ങളുടെ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. ഉത്കൃഷ്ട ലോഹങ്ങളുടെ വിഭാഗത്തിലാണ് ഏത് എന്ന് പറയുന്നത്? സ്വർണം എന്ന് പറയുന്നത്. ഇനി സാധാരണ ആസിഡുകളിലൊന്നും നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യില്ല? സ്വർണം ലയിക്കില്ല എന്ന് പറഞ്ഞു അല്ലെ. പക്ഷേ സ്വർണത്തിനെ ലയിപ്പിക്കാൻ കഴിയണം അല്ലെ. അത് നമുക്ക് അവർ ഓരോരോ ഉരുക്കുമ്പോഴും ഒക്കെ എന്ത് ചെയ്യണം? അവർ ആസിഡിൽ ലയിപ്പിക്കണം. സാധാരണ ആസിഡുകളിലൊന്നും സ്വർണം ലയിക്കില്ല. പക്ഷേ ഈ സ്വർണത്തിനെ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും? സ്വർണത്തെ ലയിപ്പിക്കാൻ കഴിയുന്ന ഒരു സമ്മിശ്ര ദ്രാവകമാണ് ഏത് എന്ന് പറയുന്നത്? അക്വാ റീജിയ എന്ന് പറയുന്നത്. അക്വാ റീജിയ. ഓക്കെ. അപ്പോൾ സ്വർണം മിക്ക ആസിഡുകളിലും ലയിക്കില്ല, ഓക്സിജനിലില്ല, ഈർപ്പത്തിലില്ല, മിക്ക ആസിഡുകളിൽ ലയിക്കില്ല. അതുകൊണ്ട് തന്നെ ഗോൾഡ് തുരുമ്പ് പിടിക്കില്ല. അതുകൊണ്ട് ഇതിനെ ഉത്കൃഷ്ട ലോഹങ്ങളുടെ വിഭാഗത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ സ്വർണം ലയിപ്പിക്കണം, സ്വർണത്തിനെ ലയിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സമ്മിശ്ര ദ്രാവകമാണ് ഇത് അക്വാറീജിയ എന്ന് പറയുന്നത്. അക്വാറീജിയനെ മറ്റൊരു പേരാണ് ഇത് രാജദ്രാവകം എന്ന് അറിയപ്പെടുന്നത്. ഏതാണ്? അക്വാറീജിയ ആണ്. അതായത് ഈ അക്വാറീജിയയിൽ ഏതൊക്കെ ആസിഡ് ആയിരിക്കും? നന്നായിട്ട് പഠിക്കണം കേട്ടോ, ഈ ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഗാഢ നൈട്രിക് ആസിഡും പ്ലസ് ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും എങ്ങനെയായിരിക്കും? 1:3 എന്ന അനുപാതത്തിൽ കലർത്തിയിട്ടാണ് നിർമ്മിക്കുന്നത്. അക്വാറീജിയ എന്ന രാജകീയ ദ്രാവകം എന്താണ്? ഗാഢ നൈട്രിക് ആസിഡും ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. നൈട്രിക് ആസിഡ് 1, ഹൈഡ്രോക്ലോറിക് ആസിഡ് 3. അപ്പോൾ 1:3 എന്ന അനുപാതത്തിൽ കലർത്തിയിട്ടാണ് അക്വാറീജിയ എന്ന ദ്രാവകം എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിലിട്ട് കഴിഞ്ഞാൽ, ഈ അക്വാറീജിയയിൽ സ്വർണം ഇട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ലയിക്കും. മനസ്സിലായോ? ഇനി ലോഹങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാ? ലോഹങ്ങളുടെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നത് വെള്ളിയാണ് കേട്ടോ. ലോഹങ്ങളുടെ രാജാവ് സ്വർണമാണെങ്കിൽ ലോഹങ്ങളുടെ രാജ്ഞി ക്യൂൻ ഓഫ് മെറ്റൽസ് എന്നറിയപ്പെടുന്നത് വെള്ളിയാണ്. എങ്കിൽ ദ്രവലോഹം എന്നറിയപ്പെടുന്നത് ഏതാ? ദ്രവലോഹം, ലിക്വിഡ് മെറ്റൽ. ദ്രവലോഹം മെർക്കുറിയാണ് കേട്ടോ. ദ്രവലോഹം ഏതാണ്? മെർക്കുറി. ദ്രവലോഹം, ലിക്വിഡ് മെറ്റൽ എന്നറിയപ്പെടുന്നത് മെർക്കുറി. ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്നത് മെറ്റൽ ഓഫ് ദി ഫ്യൂച്ചർ ടൈറ്റാനിയമാണ്. എങ്കിൽ അത്ഭുത ലോഹം എന്ന് അറിയപ്പെടുന്നത് ടൈറ്റാനിയം തന്നെയാണ്. വണ്ടർ മെറ്റൽ എന്നറിയപ്പെടുന്നത്. ഇനി മെറ്റൽ ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ ലോഹം എന്നറിയപ്പെടുന്നത് യുറേനിയമാണ്. പ്രത്യാശയുടെ ലോഹം യുറേനിയമാണ്. ഇനി റെയർ എർത്ത് മെറ്റൽസ്, അപൂർവ
ഭൂമി, അപൂർവ ഭൂമി ലോഹങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ലാൻഥനൈഡുകളാണ്. ലാൻഥനൈഡുകളാണ്. നമ്മൾ പീരിയോഡിക് ടേബിൾ ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കാറുണ്ട് അല്ലേ? ലാൻഥനോയിഡുകളാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ സ്വർണത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? പ്രതീകം എന്താണ്? ഒറം എന്നാണ്. അതിന്റെ പ്രതീകം AU എന്ന് പറയുന്നു. ഓക്സിജനിലോ ഈർപ്പത്തിലോ മിക്ക ആസിഡുകളിലോ ഒന്നും നമ്മുടെ ഗോൾഡ് ലയിക്കില്ല. അതുകൊണ്ട് തന്നെ ഗോൾഡ് തുരുമ്പ് പിടിക്കാറില്ല. പക്ഷേ സ്വർണം ലയിപ്പിക്കാൻ കഴിയുന്ന രാജദ്രാവകം എന്നറിയപ്പെടുന്നത് അക്വ റേജിയാണ്. അക്വ റേജിയിൽ അടങ്ങിയിട്ടുള്ളത് ഗാഢ നൈട്രിക് ആസിഡും ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. 1:3 എന്ന അനുപാതത്തിലാണ് അക്വ റേജിയിൽ ഈ ആസിഡുകൾ ഉള്ളത്. ഇനി ലോഹങ്ങളുടെ രാജാവ് സ്വർണമാണെങ്കിൽ ലോഹങ്ങളുടെ രാജ്ഞി വെള്ളിയാണ്. ദ്രവലോഹം എന്നറിയപ്പെടുന്നത് മെർക്കുറി. മെർക്കുറിയുടെ മറ്റൊരു പേരെന്താ? രസം ആണ്. ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്. അത്ഭുത ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്. പ്രത്യാശയുടെ ലോഹം എന്നറിയപ്പെടുന്നത് യുറേനിയമാണ്. അപൂർവ ഭൂമി ലോഹം എന്നറിയപ്പെടുന്നത് അപൂർവ റയർ എർത്ത് മെറ്റൽസ് എന്നറിയപ്പെടുന്നത് ലാൻഥനൈഡുകളാണ്. ഓക്കെ, ക്ലാസ്സുകളെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും താഴെ കമന്റുകൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. എങ്ങനെയുണ്ട് എക്സ്പ്ലനേഷൻ? ഇതുപോലെ മതിയോ? ഡീറ്റെയിൽഡ് ആയിട്ട് വേണോ? ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എന്ത് ചെയ്യാം? ഓഗസ്റ്റ് 1 ആകുമ്പോഴേക്കും ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പോൾ തീർച്ചയായിട്ടും താഴെ കമന്റുകൾ ഇടാം കേട്ടോ. ഓക്കെ, താങ്ക് യു.